ഈശ്വരാ, ഇതൊക്കെ കേട്ട് 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 ഞാൻ മടുത്ത്. ഇതൊക്കെ പറയാനായിട്ട് ഇച്ചായന് ഒരു നാണോ ഇല്ലല്ലോ എന്റെ പൊന്നു ചാരു. സത്യമായിട്ട് ഇത് കേട്ടിട്ടില്ലേ? എന്റെ തൊലി ഉരിഞ്ഞു. എന്താ ചേച്ചി? അപ്പുറത്തെ അപ്സരസനെ പുകഴ്ത്തല്. അവള് വലിയ സംഭവമാണ്, അവളുടെ പ്രസംഗം കൊള്ളാം, അവളുടെ അത് കൊള്ളാം, ഇത് കൊള്ളാം, ഇങ്ങനെയൊക്കെ പറയാൻ ഇച്ചായന് നാണം ഉണ്ടാ ചാരു? ഇതൊക്കെ പോട്ടെ, അവളുടെ പ്രസംഗം കേൾക്കാനായിട്ട് വേറെ എവിടെയോ പോയിരിക്കുന്നു. ഡോക്ടറോ? ആ, ഈ ഡോക്ടർ തന്നെ. ഇച്ചായനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാണം കെട്ട് സംസാരിക്കല്ലേന്ന്. പക്ഷെ കേക്കത്തില്ല. എന്റെ വാക്കിനല്ലേലും ഒരു വിലയില്ലല്ലോ. ഇതെങ്ങോട്ട് നോക്ക്. നീ ഒരു കാര്യം ഓർക്കണം, ഇവളുടെ ഈ ഗുണങ്ങളൊക്കെ പറയുന്നതേ സ്വന്തം ഭാര്യയായ എന്നോടാണ്. ഏത് ഭാര്യമാരും ഇത് സഹിക്കും? പറ ചാരു, ഏത് ഭാര്യമാരും ഇത് സഹിക്കും? ചേച്ചിയും തിരിച്ചു പറയണം. എന്ത്? മറ്റുള്ള ആണുങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയണം. അയ്യ, അതൊക്കെ മോശമല്ലേ? ഡോക്ടർക്ക് മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയാൻ അറിയാമെങ്കിലേ ചേച്ചിയും തിരിച്ചു പറയണം. അതോടെ നിർത്തും ഡോക്ടറുടെ പുകഴ്ത്തലൊക്കെ. എന്ത് പറയും? എന്ത് വേണമെങ്കിലും പറയാലോ. ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇത്തരം കാര്യങ്ങളിലെ നമ്മൾ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണ് ആണുങ്ങളുടെ കാര്യം. 4 ഡയലോഗിന് വീഴും ചേച്ചി. ചേച്ചി ചെല്ലി രാവിലെ തന്നെ നല്ല ഐശ്വര്യത്തോടെ ഒരു ഡോസ് അങ്ങ് കൊടുത്തേക്ക്. ഒരു കൊളുത്തിട്ടാ മതി, വൈകുന്നേരം വരെ അവിടെ കിടക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോ വീണ്ടും ഒരു ഡോസ്. അതോടെ കൂടെ ഡോക്ടർ ഫ്ലാറ്റ്. എന്തു വെച്ചാ ഇട്ടേക്കുന്നത്? ഷർട്ട്. അത് മനസ്സിലായി. ഇത് എന്ത് ഷർട്ടായി ഇട്ടേക്കുന്നത്? എന്താടേ കുഴപ്പം? ഇത് കണ്ടാലേ അറിയാം വെറും 500 രൂപയുടെ ഷർട്ടാന്ന്. എന്റെ ഇച്ചായ, ഇന്നത്തെ കാലത്തുള്ള ആണുങ്ങളെ മിനിമം ഒരു 2000 രൂപയുടെ ഷർട്ടെങ്കിലും ഇടണം. എന്നാരാ പറഞ്ഞത്? ആരാ പറയാത്തത്? ഇച്ചായ നമ്മുടെ കോട്ടയത്തുള്ള ആണുങ്ങളൊക്കെ കാണാറില്ലേ? അവരെന്ത് വിലയുള്ള ഷർട്ടാ ഇടുന്നത്? ഞാൻ ആണുങ്ങളെ വായി നോക്കാറില്ല. അതാ കുഴപ്പം. പെണ്ണുങ്ങളെ മാത്രം വായി നോക്കുമ്പോഴേ ഇടക്കിടക്ക് ആണുങ്ങളെ കൂടെ നോക്കണം, അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. അതൊക്കെ അലക്സ്. അവനിടുന്ന ഷർട്ട് കണ്ടിട്ടുണ്ടാ? 3000-4000 രൂപയുടെ വിലയുള്ള ഷർട്ട് മാത്രമേ ഇടത്തുള്ളൂ. അവന്റെ കാശുണ്ട്, എന്റെ ഇല്ല. എന്റെ വിധി. ഞാൻ അപ്പച്ചനോട് പണ്ടേ പറയുമായിരുന്നു, എന്നൊരു കാശുള്ളവനെ കൊണ്ട് കെട്ടിക്കണേ, കാശുകാരനെ കൊണ്ട് കെട്ടിക്കണേന്ന്. ഇച്ചാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ കല്യാണം നടന്നത്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ചുമ്മാ പറയാലോ. എന്നാ പറഞ്ഞോണ്ടേ. അലക്സ് എന്നെ ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. എന്നോട് വിളിക്കണ്ടെന്ന് പറയണോ? അതല്ലാന്ന്. പിന്നെ വിളിക്കുമ്പോ എന്നോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ, ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന്. പക്ഷെ ഞാൻ വെറുതെ തള്ളും. ഇച്ചാൻ എനിക്ക് എല്ലാം വാങ്ങിച്ചു തരാറുണ്ടെന്ന്. ഒന്നും വാങ്ങിച്ചു തരത്തില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അലക്സ് ഉണ്ടല്ല, ഇങ്ങോട്ട് നോക്ക്. ഈ സിസ്ത്രീനില്ലേ, ഇതിങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടാ നടക്കുന്നത്. ഇങ്ങനെ കൊണ്ടു നടന്ന വീണു. ഇങ്ങനെ കൊണ്ടു നടക്കണം. ഇങ്ങനെ തന്നെയാ കൊണ്ടു നടക്കുന്നത്. അല്ലെ ഇങ്ങനെ കൊണ്ടു നടന്നാലും പോവിടുന്ന്. ഈ ഭർത്താക്കന്മാരായാലേ അങ്ങനെയൊക്കെ വേണം. എന്നെയും കുഞ്ഞുനാളിലത് ഇങ്ങനെ കൊണ്ടാ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്നോട് ഭയങ്കര സ്നേഹമാ. അതല്ലേ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇച്ചാനെ പോലെ വലിയ ഡോക്ടർ ഒന്നും അല്ല, പക്ഷെ നല്ല അസല് ബിസിനസ്മാനാ. എന്തോരം കാശ ഉണ്ടാക്കുന്നത്. ഈ ആണുങ്ങളായാലേ ശരിക്കും അലക്സിനെ പോലെ വേണം. വെയില് വന്നു തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. പിന്നെ കാണാം കേട്ടാടി. കേട്ടാ. ചേച്ചി എന്തായി? എന്താവാൻ? ഞാൻ പറഞ്ഞതൊന്നും ഇച്ചാൻ ഒരു പ്രശ്നമേ അല്ല. പറഞ്ഞതൊക്കെ കേട്ടിട്ടെ പുല്ല് പോലെ ഇറങ്ങിപ്പോയി. ആ മുഖഭാവത്ത് ഒരു മാറ്റം പോലും ഇല്ല. പറഞ്ഞ ഞാനങ്ങാകെ നാണം കെട്ടുപോയി. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേച്ചി വേറൊരു ആണിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് സാറ് മൈൻഡ് ചെയ്യാതിരിക്കുവോ? എടി, പറയാവുന്നത് മാക്സിമം ഞാൻ പറഞ്ഞ്. പക്ഷെ അങ്ങനെ ഒരു കുലുക്കോ ഇല്ലെന്ന്. ചേച്ചി ആരെ കുറിച്ചാ പറഞ്ഞേ? അലക്സിനെ പറ്റിയിട്ട്. ഈ അലക്സ് ആരാ? എന്റെ അനിയൻ. ഒറ്റ കുത്തുവെച്ചിരുന്നു ഞാൻ. നിങ്ങളുടെ അനിയന്റെ കാര്യമാണോ പോയി പറയണേ? അനിയന്റെ കാര്യം പറഞ്ഞ സാറിന് എന്തോ തോന്നാനാ? പറയണെങ്കിൽ വേറെ ഏതെങ്കിലും ആണുങ്ങളുടെ കാര്യം പറയണോ? വേറെ ആണുങ്ങളാ? ഒരു അന്യപുരുഷനെ കുറിച്ച് ഭാര്യ വാതോരാതെ സംസാരിക്കുമ്പോഴേ ഭർത്താവിന് നോവും. അതൊക്കെ വൃത്തികേടല്ലേ ചാരു? കാര്യമായിട്ടല്ലല്ലോ പറയുന്നത്, കാര്യം സാധിക്കാനല്ലേ. ഞാനിപ്പൊ ആരെ പറ്റിട്ട് പറയാനാ? ഡോക്ടർ എപ്പോഴും ആരെ കുറിച്ചാ പറയുന്നത്? അപ്പുറത്ത് ഉണ്ണിയാർച്ചനെ പറ്റിട്ട്. ഉണ്ണിയാർച്ച ആരാ? സത്യപാലൻ സാറിന്റെ ഭാര്യ. അപ്പൊ ചേച്ചി സത്യപാലൻ സാറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞേക്കണം. അയ്യേ, എന്തയ്യേ? സാറേ പോലീസാണ്, പുകഴ്ത്തി പറയാൻ ഇഷ്ടം പോലെ കാര്യമുണ്ട്. ഇനി അതും ചേച്ചിക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്നാലും എന്നാലും ഇല്ല.
ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങ് കാണാതെ പഠിക്കണം. എന്നിട്ട് വൈകിട്ട് സാറ് വരുമ്പോ അതങ്ങ് കീച്ചേക്കണം. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഇതിനു വേണ്ടി. ആണല്ലേ? ഇന്നലെ ആളിവിടെ വന്ന് ചായ. ആരാടി? ആ മഹിളാ സമാജത്തിലെ വിലാസിനി. യോ എന്ത് നല്ല സ്ത്രീ എന്നറിയോ? നല്ല തങ്കപ്പെട്ട സ്വഭാവം. കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അവന്റെ ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത്? വെറുതെ ചോദിച്ചോ? ആ യോ എന്നോട് വന്ന് കൊറേ നേരം സംസാരിച്ചു ചായ. എന്നിട്ട് ഞാൻ ഇവിടെ ഉള്ള എല്ലാ വീട്ടിലെ ആളുകളെ പറ്റി തിരക്കിയേ. എല്ലാവരുടെയും കാര്യം വിലാസിനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. അപ്പൊ എല്ലാവരുടെയും കൊതിയും തുണയൊക്കെ പറഞ്ഞു തന്ന് കാണുമല്ലോ. ഏറെക്കുറെ പറഞ്ഞു. ഈയിടെ എന്തൊരു സന്തോഷം. അതില് ഞാൻ അന്തം വിട്ടുപോയത് ഒരാളെ പറ്റി കേട്ടപ്പോഴായ. ആരെ പറ്റി? സത്യപാലൻ സാറിന്. ആണോ? അവൾ അത്ര കുഴപ്പക്കാരനോ? കുഴപ്പക്കാരനാ. നമ്മൾ അങ്ങനെയല്ലേ വിചാരിച്ചിരുന്നത്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു. അതിന്റെ കുഴപ്പം. അങ്ങനെയൊന്നും അല്ലേ ചായ. അയാള് നല്ല സ്വഭാവമാണെന്ന്. കള്ളു കുടിക്കത്തില്ല, പുക വലിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു ദുശീലവും ഇല്ല. പിന്നെ കൈക്കൂലി വാങ്ങിക്കത്തില്ലെന്ന്. ഈ കാലത്ത് ഇങ്ങനെയുള്ള പോലീസുകാരന്മാരൊക്കെ ഉണ്ടാവുക ചായ? ഉണ്ടല്ലോ, അതാണല്ലോ സത്യപാലൻ സാർ. കറക്റ്റ്. അതൊക്കെ പോട്ടെ, വേറൊരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എന്ത് കേട്ടപ്പോഴാ മോള് ഞെട്ടിയത്? സത്യപാലൻ സാറേ ഉണ്ണിയാർച്ചയുടെ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കത്തേ ഇല്ലെന്ന്. ഉണ്ണിയാർച്ച അത്ര പേടിയാണോ? പേടിച്ചിട്ടൊന്നല്ല, സ്നേഹം കൊണ്ട്. ഇവിടെ ഇച്ചാനാണെങ്കില് ഒരു പെണ്ണിന്റെ തലവെട്ടം കണ്ടാ മതി, അപ്പൊ തന്നെ ഇളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ എപ്പോഴാടി അങ്ങനെ ചെയ്ത്? എപ്പോഴും അങ്ങനെ തന്നെയാ. ഒന്ന് പോടി. ആണുങ്ങളായാലേ സത്യപാലൻ സാറിനെ പോലെ വേണം. എനിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയോ ഇച്ചായ പോലീസുകാരന്മാരെ. സത്യം. ഒരിങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് നെഞ്ചൊക്കെ ഇങ്ങനെ വിരിച്ച് മീശയൊക്കെ പിരിച്ച്. ഈ മീശയല്ല, ഇത് ഡോക്ടറിന്റെ അല്ലേ, അതല്ല പോലീസുകാരുടെ. മീശയൊക്കെ പിരിച്ചിങ്ങനെ വന്ന് നിൽക്കുമ്പോഴില്ലേ ശരിക്കും എന്തൊരു ഗാംഭീര്യം അല്ലേ. ആ സത്യപാലൻ സാറിന്റെ മീശ കണ്ടിട്ടുണ്ടോ? ഒരു വൃത്തിയിടൂല്ല. നല്ലതാ. കുശുമ്പ് ഒന്നുമല്ല. സത്യപാലൻ സാർ സൂപ്പറാ. ചകിരി എടുത്ത് വെച്ചോലുണ്ട്. ഒന്നുമല്ല. ഇച്ചായ ചെറുതിലേ തൊട്ടുള്ള എന്റെ ആഗ്രഹം എന്തായിരുന്നറിയോ? എന്നാടി? ഒരു എസ്ഐനെ കല്യാണം കഴിക്കണമെന്ന്. സത്യം. ഞാൻ അമ്മച്ചിയോട് എപ്പോഴും പറയായിരുന്നു, അമ്മച്ചി എന്നെ ഒരു എസ്ഐനെ കൊണ്ട് കെട്ടിക്കുവോ. കോട്ടയം ജില്ലയില് വേറെ പോലീസുകാരൊന്നും ഇല്ലായിരുന്നു അടി? പിന്നെയും കുശുമ്പ്. ഇച്ചായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? അവളുടെ സേഫ്റ്റി. ഒരു പോലീസുകാരനെ കല്യാണം കഴിച്ചാലേ ഒരൊറ്റ ആണുങ്ങള് ആ പെണ്ണ് പിന്നെ വായി നോക്കത്തില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചിട്ട് എന്ത് കാര്യം? അതും ഒരു മൃഗ ഡോക്ടർ. കടിക്കാൻ വന്ന പട്ടിക്ക് പോലും പേടിയുണ്ടാവൂല. അതൊക്കെ പോലീസ്. അതും സത്യപാലൻ സാറിനെ പോലെ നല്ല നല്ല ഉഷിരുള്ള പോലീസ്. എന്തൊരു വൃത്തികെട്ട ചായയടി. നോക്കട്ടെ, ഇത് കുശുമ്പിന്റെയാ. ഈ വിലാസിനി ചേച്ചി പറയുവാണേ. ചേച്ചിയാണോ അതോ വിലാസിനിയാണോ? ചേച്ചി. നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ വിലാസിനി എന്നാ പറഞ്ഞ, അതുകൊണ്ടാ. നേരത്തെ പറഞ്ഞപ്പോഴല്ലേ അത് തെറ്റിപ്പോയതാ. ചേച്ചി പറയുവാണേ, ഈ സത്യപാലൻ സാർ ഇവിടെ ചാർജ് എടുത്ത പിന്നെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നും. അതിനു മുമ്പ് ഈ സ്റ്റേഷൻ പരിസരത്ത് എന്തായിരുന്നു കത്തിക്കുത്ത്, മോഷണം, പിടിച്ചുപറി, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാന്ന്. ഓ, അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ച ഇച്ചായ നമുക്ക് എന്തൊരു ഭാഗ്യമല്ലേ. എന്തോ മേലോട്ട് നോക്കുന്നു? ഇല്ല, ഫാനൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കുവായിരുന്നു. ഉണ്ടല്ലോ. എന്തോ പറഞ്ഞേ? എന്തൊരു ഭാഗ്യമാന്ന്. എന്തൊരു ഭാഗ്യം? പിന്നെ ഇത്രയും യോഗ്യനുള്ള ഒരു പോലീസുകാരൻ അപ്പുറത്ത് താമസിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പേടിക്കണോ? ഒരു കള്ളന്മാരുടെ ശല്യം പോലും നമുക്ക് ഉണ്ടാവത്തില്ല. സാർ ഇവിടെ വന്നതിന് ശേഷമേ ഈ സ്റ്റേഷനിൽ തെളിയാതെ കിടന്ന എല്ലാ കേസുകളും തെളിയിച്ചെന്ന്. അത്രക്ക് ബുദ്ധിയാണ് സത്യപാലൻ സാറിന് വിലാസിനി ചേച്ചി പറഞ്ഞത്. അത് ഉണ്ണിയാർച്ചയെ പോലൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഏതു മണ്ടനും ബുദ്ധി വയ്ക്കും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നല്ലേ ചൊല്ല്. ഇനി ഞാൻ ഗട്ട് ഫീലിങ്ങിനെ കുറിച്ച് പറയാം. അതായത് ഇതിന്റെയൊക്കെ പിന്നില്, കേസ് തെളിയിക്കുന്നതിന്റെ എല്ലാം പിന്നില് എന്റെ അഭിപ്രായത്തിൽ ഉണ്ണിയാർച്ചയായിരിക്കും. ക്രെഡിറ്റ് സത്യപാലൻ സാറിന് കിട്ടിക്കണം. നിങ്ങൾക്ക് എന്തിനാ സുഖേടായ? ഞാൻ ആ സത്യപാലൻ സാറിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ ആ ഉണ്ണിയാർച്ചയുടെ പേര് കുത്തിക്കയറ്റി വെക്കുന്നത്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അവള് നിങ്ങൾക്ക് എന്തോ കലക്കി തന്ന് നിങ്ങളെ മയക്കി വെച്ചിരിക്കുക.
എന്നാലും ഇച്ചാൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ ഇച്ചായ. ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തില്ലല്ലേ? ഇല്ല. ഇച്ചാൻ എന്തിനാന്ന് ഇടക്കിടക്ക് അവരെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? അന്ന് ഇപ്പൊ സത്യപാലൻ സാറിനെ കുറിച്ചും ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞല്ലോ, എന്നിട്ട് എനിക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ പറഞ്ഞതോ? ഇച്ചാനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാ. ആരുടെ ഐഡിയ ആയിരുന്നു? ചാരുവിന്റെ. എന്റെ ആലീസ് കൊച്ചേ, എന്റെ പൊന്നുമോൾ ആവശ്യമില്ലാതെ സത്യപാലൻ സാറിനെ കുറിച്ച് പൊക്കി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി വേറെന്തോ ഉദ്ദേശമുണ്ടെന്ന്. കാളവാല് വെക്കുമ്പോഴേ നമുക്കറിയാമല്ലോ എന്തിനു വേണ്ടിയാണെന്ന്. പിന്നെ എൻ്റെ പൊന്നുമോളുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഉണ്ണിയാർച്ചയെ പൊക്കി പറഞ്ഞു. ആണോ? ആണ്.